പശ്ചിമ ബംഗാൾ നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തം. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്നും നിയമ നടപടി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എന്നാൽ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാകില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ആരോപണത്തിൽ കേസെടുത്താൽ നിലനിൽക്കില്ല എന്നും പരാതി വന്നാൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അത് ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം സ്വീകരിക്കും. കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായി ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ല. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ 129 പാരഗ്രാഫ് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ അതിവിധേയത്വം കാണിച്ചു. അപ്പോൾ ആ പവർ ഗ്രൂപ്പിനകത്ത് CPMന് വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം, അതും ആ സിനിമയുടെ ഒരു പശ്ചാത്തലം താങ്കൾ ആലോചിക്കണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് പാലേരി മാണിക്യത്തിൽ. ആ വിഷയത്തിനകത്ത് സംസ്ഥാന പോലീസ് ഒരു FIR ഇട്ടിട്ട് അന്വേഷണം നടത്തണ്ടേ? ഇപ്പോൾ ഒരു പരാതി കിട്ടിയല്ലോ. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത് പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നാണല്ലോ. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ CPM സഹയാത്രികൻ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി, അയാൾക്കെതിരായിട്ട് ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ഉണ്ടാകണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ശ്രീ രഞ്ജിത്ത് രാജിവെക്കുക. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, എന്തുകൊണ്ടാണ് സർക്കാർ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നത്? ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എത്രത്തോളം സർക്കാരിന് ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയും? വേണു, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ തന്നെ വലിയ പ്രതിസന്ധികൾ, വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സർക്കാർ രഞ്ജിത്തിനെ കൂടി പിന്തുണയ്ക്കേണ്ടി വരുന്ന അവസ്ഥയോടുകൂടി വല്ലാതെ പ്രതിരോധത്തിലേക്ക് സർക്കാർ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയാൻ പറ്റുന്നത്. മാത്രമല്ല, രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി വരികയാണ്. അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ CPIയിൽ നിന്നുൾപ്പെടെ ആ സമ്മർദ്ദമുണ്ട്. ആനി രാജ ഉൾപ്പെടെ ഇപ്പോൾ രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമായി വരുമ്പോൾ അതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയല്ല CPIM ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മന്ത്രിയുടെ പ്രതികരണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ മന്ത്രിമാരും CPMും CPIയുടെയും നേതാക്കളും ഒക്കെ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരായ ഈ വിഷയം വരുമ്പോഴും പറയുന്നത്. അതായത് പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കാം, അല്ലെങ്കിൽ നടപടിയെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കേസ് കോടതിയിൽ നിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പും ഈ സർക്കാരിന്റെ കയ്യിൽ ഇല്ലേ എന്നൊരു ചോദ്യം തന്നെ പൊതുവിൽ വിമർശനമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പരമാവധി ഇവരെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. മന്ത്രി സജി ചെറിയാൻ അത് ഒരു പടി കടന്ന് തന്നെ ന്യായീകരിക്കുകയാണ്. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ രഞ്ജിത്ത് തന്നെ മറുപടി പറഞ്ഞു. പരാതിക്കാരിയുടെയും ഈ സംഭാഷണം കേട്ടു എന്നാണ് പറയുന്നത്. അതായത് രണ്ടിനെയും ഒരേ ത്രാസിൽ തൂക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ഉറപ്പായും ഏത് നിലയിലേക്കാകും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്നതനുസരിച്ച് തന്നെയാകും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കാണാൻ പോവുക എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം പ്രതിപക്ഷം ഇതിനോടകം തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ CPIയുടെ നേതാക്കളോടും മന്ത്രിമാരോടും ഈ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് വലിയ നിയന്ത്രണത്തോടെ വേണം എന്നുള്ളത് നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ നിയന്ത്രണം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതികരണം നൽകേണ്ടതില്ല എന്നുകൂടി CPI അറിയിക്കുന്നു. അങ്ങനെ വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങളിലേക്ക് ഇടതു നേതാക്കളാകെ കടക്കുന്ന സാഹചര്യമാണുള്ളത്. സർക്കാരിന്റെ തുടർ നടപടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാകട്ടെ, രഞ്ജിത്തിനെതിരായ പരാതിയിലാകട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം, അതല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ കേസെടുക്കാം എന്നാണ്. കോടതി പറഞ്ഞാൽ FIR ഇട്ട് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിക്കാമെന്നൊരു നിലപാട് കോടതിയെ അറിയിക്കും. മാത്രമല്ല, പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം കേസെടുക്കാത്തത് എന്നുള്ള ആദ്യ ദിവസം മുതൽ പറയുന്ന അതേ ന്യായമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വേണു, സലിമലിക്ക് ഒരു കാര്യം കൂടി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണല്ലോ. അപ്പോൾ പരാതി കിട്ടിയിട്ടില്ല എന്നൊരു ഉപേക്ഷ നിറഞ്ഞ നിലപാട് സർക്കാർ സ്വീകരിച്ചാലും ഈ പോലീസിന് ഈ പരാതിക്ക് മേൽ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വരില്ലേ?
തീർച്ചയായും അതെ. കാരണം അത് ആദ്യ ദിവസം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അതേ ദിവസം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഈ പരാതിയുമായി മുന്നോട്ട് പോയത്. കേസ് എടുക്കണമെന്ന്. ആ കേസ് ADGPക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലും തുടർ നടപടികൾ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരാതി നൽകുന്നത് അതേതെങ്കിലും ഒരു പരാതിക്കാരി തന്നെ നൽകണം. ഈ ചൂഷണത്തിന് അല്ല സലീം, ഇപ്പോൾ ഈ പശ്ചിമ ബംഗാൾ നടിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുണ്ടല്ലോ, അതിലെ പരാതി വേണു, തീർച്ചയായും അതെ. അതായത് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതായത് അങ്ങനെ ആ പരാതി പോലും ആദ്യ ദിവസം ഈ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി പോലും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിലൊരു FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു പരാതി കൂടി രഞ്ജിത്തിനെതിരെ കൂടി നൽകുന്നത്. ഇത് രണ്ടും സർക്കാർ ആ നിലയിൽ തന്നെ ആ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. പരാതിക്കാരിയോ ചൂഷണത്തിനിരയായ ആളോ അല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ന്യായമാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിമർശനം ഉറപ്പായും കേൾക്കേണ്ടി വരും. മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോഴും അതൊരു കമ്മീഷൻ അല്ല, ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് സ്വമേധയാ കേസെടുക്കാൻ കഴിയാത്തത് എന്നുള്ള ന്യായവാദങ്ങൾ നിരത്തുകയാണ്. അത് ഓരോ വിഷയത്തിലും സർക്കാർ ആ നിലയിൽ തന്നെ തുടരുന്നത്. എന്തായാലും എത്ര ദിവസം അങ്ങനെ തന്നെ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സലിം മലിക്കാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പരാതിക്കാരി പരാതി രേഖാമൂലം നൽകട്ടെ, അതിനുശേഷം നടപടിയെടുക്കാം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വലിയ സമ്മർദ്ദമാണിപ്പോൾ സർക്കാരിന് മേൽ വരുന്നത്. ആനി രാജയെ പോലെ CPIയുടെ ഒരു പ്രമുഖ വനിതാ നേതാവ് കൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എത്ര മണിക്കൂറുകളാണ് ഇനി സർക്കാരിന് ഇങ്ങനെ സംരക്ഷണം രഞ്ജിത്തിന് തീർക്കാൻ കഴിയുക എന്നത് സംശയം.